ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ബിഷപ്പ് കെ.പി. യോഹന്നാന് അപകടത്തിൽ ഗുരുതര പരിക്ക്. അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ഡാലസിലെ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് നൽകും. സന്തോഷ്, ഇപ്പോൾ ബിഷപ്പിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സഭാവൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? നിമിഷ്, ബിലീവേഴ്സ് മെത്രാപ്പോലിത്ത കെ.പി. യോഹന്നാനാണ് ഇന്നലെ ആ അപകടമുണ്ടായത്. അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയക്കായി ഡാലസ് മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ അമേരിക്കൻ സമയം രാവിലെ 6:45 ഇന്ത്യൻ സമയം വൈകിട്ട് 5:15 ഇടയിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ട വാഹനം അധികൃതർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് കെ.പി. യോഹന്നാൻ അമേരിക്കയിൽ എത്തിയത്. സാധാരണ ഡാലസിലെ ബിലീവേഴ്സ് ചർച്ചിന്റെ ക്യാമ്പസിൽ പരിസരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാത നടത്തം. എന്നാൽ ഇന്നലെ രാവിലെ പള്ളിയുടെ പരിസരം വിട്ട് പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി അദ്ദേഹത്തെ മെഡിക്കൽ സംഘം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും കൂടുതൽ ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുമെന്നാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പ്രതിനിധി ഫാദർ ടിജോ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെഡിക്കൽ സംഘം നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അദ്ദേഹത്തിന് ശരീരത്തും അതുപോലെ തന്നെ തലയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ തലയ്ക്ക് ഉള്ള പരിക്ക് അല്പം ഗുരുതരമാണ്, ശരീരത്തിന് പരിക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലിബീഷ്. ശരി സന്തോഷ്. ബിലീവേഴ്സ് ചർച്ച് ബിഷപ്പ് കെ.പി. യോഹന്നാന് അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തെ ഡാലസിലെ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബിഷപ്പ് ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് നൽകിയത്.